ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. എല്ലാ ആഴ്ചയും ഞാൻ വന്നിട്ട് വീഡിയോ റെഗുലറായിട്ട് ഇടാമെന്ന് പറയാറുണ്ട്. പക്ഷേ ഓരോ തിരക്ക് കാരണം അങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് അനാലിസിസ് ഞാൻ എല്ലാ വീക്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിഫ്റ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം ഒരു വേനൽ മഴ എന്നുള്ള രീതിയിൽ വേനൽക്കാലത്ത് പെയ്യുന്ന ഒരു മഴ പോലെ അല്ലെങ്കിൽ ഒരു ഒയാസിസ് പോലെ നമുക്കൊരു ദിവസം വീണ് കിട്ടിയിട്ടുണ്ട് നിഫ്റ്റിയിൽ. 250 പോയിന്റ്സ് അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1.13% ആണ് നമുക്ക് വന്നിട്ടുള്ള ഒരു പുൾ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബൗൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, ഐ എം ഓഫ് ദ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ദിസ് കുഡ് ബി എ ബൗൺസ്. എന്തുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കുക. മറ്റൊരിടത്തും ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ലെൻസ് യൂസ് ചെയ്തിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള കുറേ അനാലിസിസുകളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷയം കൂടി അതാണ്. നമ്മൾ നല്ല റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേപ്പേഴ്സിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് അങ്ങനെ ഒരു നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു റിസർച്ച് പേപ്പറിനെ അകമ്പടിയോട് കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലയൻസും നിഫ്റ്റിയും തമ്മിലുള്ള കൊറിലേഷനാണ്. എന്തുകൊണ്ടാണ് നിഫ്റ്റി ഇങ്ങനെ വീഴുന്നത്, എന്തെങ്കിലും റിലയൻസിൽ അതിൻ്റെ റിലയൻസിൻ്റെ വാല്യുവേഷനും അല്ലെങ്കിൽ റിലയൻസിൻ്റെ വീഴ്ചയും തമ്മിൽ അതിനെന്താണ് ബന്ധം എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് എന്താണ്, ലോങ് ടേം ട്രെൻഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ലിക്വിഡിറ്റിയുടെയും അതുപോലെ തന്നെ റിലയൻസിൻ്റെ ഈ ഒരു ഫൈൻഡിങ്ങോട് കൂടിയും നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഐ വെൽക്കം യു ഓൾ ടു ദ അനാലിസിസ് ഓഫ് നിഫ്റ്റി 50 ഫോർ ദ കമ്മിങ് വീക്ക് ആൻഡ് കമ്മിങ് മന്ത്. സോ ഒരുപാട് സ്റ്റോക്കുകൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇന്ന് രീതിയിൽ ഇത് തന്നിട്ടുണ്ട്, റിട്ടേൺ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്റ്റോക്കുകളും ഏകദേശം ഓൾമോസ്റ്റ് ഓൾ സ്റ്റോക്സ് വി ഹാവ് ബീൻ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീമിയം ഗ്രൂപ്പ് യെസ്റ്റർഡേ. അതിലെല്ലാം 5-6% അപ്പ് മൂവ്മെൻറ്റ് ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 3 ടെക്നിക്കാണ്. അതായത് ഫിബൊനാച്ചി, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ലെൻസ്, അതിൻ്റെ കൂടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഇൻഡിക്കേറ്ററും നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് SMC അറിയുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. ഒരുപാട് പേര് ഇതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടൊന്നും കാണാൻ പറ്റില്ല ലിക്വിഡിറ്റി എവിടെയെന്നുള്ളത്. ജസ്റ്റ് അവിടെയും ഇവിടെയും നമുക്ക് അറിയാത്ത തരത്തിലൊക്കെയാണ് ലിക്വിഡിറ്റി ഇവിടെയാണെന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു ടൂളാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ ബൈയിങ് പ്രഷറാണോ സെല്ലിംഗ് പ്രഷറാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ടൂൾ കൂടെ അതിൻ്റെ സപ്പോർട്ടിങ്ങിനായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 15 മിനിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രേഡുകളായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടും ഫിബൊനാച്ചി ബേസ് ചെയ്തിട്ടുമാണ് എടുക്കുന്നത്. സോ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആർക്കെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ, പ്രീമിയം ഗ്രൂപ്പിൽ ഈ ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ലെറ്റ്സ് ഡിസ്കസ് ഹൗ ടു ഗെറ്റ് ദെയർ. ഓക്കെ. സോ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫിബൊനാച്ചി ഡൗൺ ട്രെൻഡ് വരച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതെടുത്ത് മാറ്റുവാണ്. സോ കഴിഞ്ഞ വീക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, അതിനുശേഷം അത് ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇനി നമുക്കുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണെന്നുള്ളത്. നമുക്കറിയാം 78 മില്യൺ ആണ് ഇവിടെ കാണിക്കുന്നതെന്ന്. എക്സാക്ട്ലി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് സമയത്തെ നല്ല രീതിയിലുള്ള സപ്പോർട്ട്, ഈവൻ നമ്മളുടെ മോഡി ക്യാൻഡിൽ വരെ സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു ലിക്വിഡിറ്റി റീജിയൻ ആണ് ഇവിടെ. സോ അവിടുന്ന് നല്ല രീതിയിലൊരു ബൗൺസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സോ എക്സാക്ട്ലി ആ ഒരു ബൗൺസ് കൂടെ കണ്ടതുകൊണ്ടാണ് പിന്നെ ഇത്ര കുറച്ച് ട്രേഡുകൾ ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം. ഓക്കെ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് വളരെ ചെറിയ പീരിയഡിലേക്കുള്ള സ്വിംഗ് ട്രേഡുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ മാക്സിമം 1 വീക്കൊക്കെ നിർത്താൻ പറ്റുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. സോ ഒരു സ്കാൽപ്പിങ്ങോ അല്ലെങ്കിൽ 1 to 2 ഡേയ്സോ BTST ഒക്കെ പോലത്തെ ചെറിയ ചെറിയ സ്വിങ്ങുകൾക്ക് പറ്റിയ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ നല്ല ഡോളർ കോസ്റ്റ് ആവറേജിങ് തരത്തിൽ നല്ല ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 150ഓളം അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഫ്റ്റർ ഡൂയിങ് ദി DCF വാല്യുവേഷൻ ആൻഡ് EV/EBITDA വാല്യുവേഷൻ. സോ അതിൻ്റെ ആക്സസ് കൂടി നമ്മൾ പ്രീമിയം മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ യു ക്യാൻ കൺസിഡർ ജോയിനിങ് ഇൻ ദ പ്രീമിയം ഗ്രൂപ്പ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഓൾ ദീസ് കൈൻഡ് ഓഫ് പ്രീമിയം കോണ്ടന്റ്സ് ഓൾസോ. ഓക്കെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു ബൗൺസ് വരുമെന്ന് പറഞ്ഞു. ആ ബൗൺസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ബൗൺസ് ഇനി എത്ര വരെ പോകും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ്ലി എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. പ്രീവിയസ്ലി ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്ത് വന്ന സമയത്ത് ഈ ബൗൺസ് പോയിട്ടുള്ളത് ഏതുവരെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം. ഈ ഒരു ബൗൺസ് പോയിട്ടുള്ളത്
ഇവിടുത്തെ അതായത് ഡിമാൻഡ് സോൺ എന്ന് പറയും. ഈ ചുവപ്പ് സോണിന് നമുക്ക് സപ്ലൈ സോൺ എന്നും ഫോർ ദ ടൈം ബീങ് വി ക്യാൻ കോൾ ഇറ്റ് ഡിമാൻഡ് സോൺ. ഗ്രീൻ സോണിന് ഡിമാൻഡ് സോൺ എന്നും വേണമെങ്കിൽ പറയാം. ഇവിടെ നല്ല ബയേഴ്സ് ഉണ്ടാവും, ബയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സെല്ലേഴ്സും ഉണ്ടാവും എന്നുള്ളതാണ്. സോ അതുവരെ പോയിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. സോ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗൺസ് ബയേഴ്സിൻ്റെ ഏരിയയിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് കുറേ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്യും. അതായത് സെൽ ഓൺ റൈസ് എന്നാണ് അതിന് പറയാം. ഓക്കെ, അപ്പോൾ ആ സെൽ ഓൺ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതിഭാസമാണ് മുമ്പ് ഇവിടുന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ളത് എവിടെയായിരുന്നു? അടുത്ത ലിക്വിഡിറ്റി പോയിന്റിലായിരുന്നു. ഓക്കെ, ആ ലിക്വിഡിറ്റി പോയിന്റിൽ എത്തിയ സമയത്തും ഇവിടുന്ന് ഒരു ബൗൺസ് വന്നു. ആ ബൗൺസ് വന്നിട്ട് ഇതേപോലെ തന്നെയാണ് വീണ്ടും സംഭവിച്ചിട്ടുള്ളത്. സി, ഇവിടുന്ന് ഒരു ചെറിയൊരു ബൗൺസ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സെൽ ഓൺ റൈസ് അല്ലെങ്കിൽ ബയേഴ്സ് ലിക്വിഡിറ്റിയിൽ ഒഴിവായി പോയി. പിന്നെ ഇവിടുന്ന് വന്ന ബൗൺസും ബയേഴ്സ് ലിക്വിഡിറ്റി, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ട് വീണ്ടും താഴെ പോകുന്നു. അതേ പ്രതിഭാസം ഇനിയും സംഭവിക്കുകയാണെങ്കിൽ യു ക്യാൻ വെരി വെൽ നോ ഏതുവരെ എത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഏരിയ വരെ വന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ ബയേഴ്സ് ലിക്വിഡിറ്റി എടുത്ത് അവിടുന്ന് ചെറുതായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഫണ്ടും ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ഇൻ കേസ് ഇനി ഇവിടുന്നും താഴേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? മേലെ പോയിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇതുവരെ നമുക്കൊരു റിവേഴ്സൽ പോസിബിൾ ആണെന്ന് പറയാറായിട്ടില്ല. ദിസ് ഈസ് ജസ്റ്റ് എ ബൗൺസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ബൗൺസ് ഇതുവരെ പോയിട്ട് ഇവിടുന്ന് എന്ത് പ്രൈസ് ആക്ഷൻ ആണ് സംഭവിക്കുന്നത്? അതായത് 22,871 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് എന്ത് പ്രൈസ് ആക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് നിഫ്റ്റിയെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ വന്നു എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിനുശേഷം നമുക്കറിയാം ഈ ഒരു ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ പോയിട്ട് താഴേക്ക് വന്ന് 21,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 19,800-ലാണ്. സോ അത് ഒരു ഭീകരമായിട്ടുള്ള ഒരു ഫോൾ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണിത്. കാരണം നമുക്കറിയാം മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടില്ല, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ബിയറിഷ് ട്രെൻഡ് വീണ്ടും നമുക്ക് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, ആ ബിയറിഷ് ട്രെൻഡ് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോൾ വരണമെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. അതായത് ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യണം. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ദർ ഇസ് നോ അതർ ലിക്വിഡിറ്റി സോൺ ഇൻ ബിറ്റ്വീൻ. അതൊരു ഫ്രീ ഫോൾ ആയിരിക്കും അങ്ങോട്ടുള്ളത് എന്നുള്ളതാണ്. സോ അത് സംഭവിക്കുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഏതായാലും വെയിറ്റ് ചെയ്ത് കാണാം. അത് സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ യു ക്യാൻ സി വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അതായത് 20,397 മുതൽ 20,626 വരെ ഒരു വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്യാപ്പ് തിയറി വെച്ചിട്ട് മാർക്കറ്റ് എല്ലാ സമയത്തും ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി ഏരിയകളാണ്. ഈ ഹൈ ലിക്വിഡിറ്റി ഏരിയകളിലുള്ള ഗ്യാപ്പ് എപ്പോഴും മാർക്കറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അത് ഫില്ല് ചെയ്യാൻ എങ്ങനെയായാലും മാർക്കറ്റ് വരും. അപ്പോൾ ഒരുപാട് മേലെ പോയിട്ട് ഇനി താഴത്ത് വന്നിട്ട് അത് ഫില്ല് ചെയ്യാനല്ല നിൽക്കുക. ഏറ്റവും അടുത്തെത്തുന്ന സമയത്താണ് അത് ഫില്ല് ചെയ്യാൻ നിൽക്കുക. സോ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇനി നിഫ്റ്റിക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സോ അതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഒരു ബൗൺസ് ആയിരിക്കും. ആ ഒരു ബൗൺസ് 22,800 വരെ പോകും. ഏറ്റവും നമുക്ക് ഭയങ്കര ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 23,800 വരെ പോയിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി കൂടി സ്വീപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാനാണ് സാധ്യത കൂടുതൽ. സോ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ലോങ് ടേം ട്രെൻഡ് ഓഫ് നിഫ്റ്റി എന്ന് പറയുന്നത് ഈ 19,800-ആണ്. അതായത് ബിയറിഷ് തന്നെയാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ ഡോളർ കോസ്റ്റ് ആവറേജിങ് സ്റ്റൈലിൽ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നല്ല സ്റ്റോക്കുകൾ SIP മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്വിംഗ് ട്രേഡ് എടുക്കുന്നവർ നമ്മളൊരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഇടുന്നതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രീമിയം മെമ്പേഴ്സിന് അത് കൊടുത്തിട്ടുണ്ട്. അതായത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ 1 അവർ ടൈം ഫ്രെയിമിലും ലിക്വിഡിറ്റി സോണുകളിൽ നിന്ന് ബൗൺസുകൾ പിടിക്കുന്ന ഒരു തരത്തിൽ ഒരു 10% ഒക്കെ മൂവ്മെൻറ്റ് പിടിക്കുന്ന തരത്തിലൊരു സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ BTST പോലത്തെ ഒരു സ്ട്രാറ്റജിയാണത്. സോ ആ സ്ട്രാറ്റജി മാത്രമാണ് ഇനിയിപ്പം മാർക്കറ്റിൽ വർക്ക് ആവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ദർ വിൽ ബി ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ആൻഡ് മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ലിക്വിഡിറ്റി ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. റിസർച്ച് ബാക്ക്ഡ് ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഈ ഒരു കണ്ടന്റ് വേറൊരു സ്ഥലത്തും കിട്ടില്ല എന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പാണ്. അത്രയും റിസർച്ച് ബാക്ക്ഡ് ഇൻറ്റൻസീവ് റിസർച്ച് നടത്തിയിട്ട് ചെയ്യുന്നൊരു കണ്ടന്റ് ആണ്. സോ നിർബന്ധമായിട്ടും കാണുക. പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച് ഇറ്റ് ഫുള്ളി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ റിസർച്ച് പേപ്പർ ഡെവലപ്ഡ് ബൈ നമ്മളുടെ ഗ്ലോസ്ബിൻ ബിസിനസ് സ്കൂളിലുള്ള
അഭിജിത്ത് ബിശ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ പ്രൊഫസറുടെ റിസർച്ച് വർക്കാണ്. ആൾ പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് റിലയൻസ് ഇൻഡസ്ട്രി സ്റ്റോക്ക് പ്രൈസ് ഓൺ നിഫ്റ്റി 50 എന്നുള്ളതാണ്. അതിന് ഗ്രൈഞ്ചർ കോസാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടർഫുൾ ടെസ്റ്റും അയാൾ ചെയ്തിട്ടുണ്ട്. UGC ലിസ്റ്റഡ് ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള നല്ലൊരു ജേണലിൽ, ഇമ്പാക്ട് ഫാക്ടറൊക്കെ ഉള്ള ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ ബാധിക്കുന്നത് റിലയൻസിൻ്റെ മൂവ്മെൻ്റ് ആണോ എന്നുള്ളതാണ്. അതിന് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് 2008 മുതൽ 2018 വരെയുള്ള ഡാറ്റകളാണ്, ഡെയിലി ഡാറ്റ. അപ്പോൾ എത്രത്തോളം ഡാറ്റ അവരെടുത്തിട്ടുണ്ടാവും? ആനുവൽ ഡാറ്റ, ഡെയിലി ഡാറ്റ എടുത്തിട്ട് ഏകദേശം 2008 മുതൽ 2018 വരെയുള്ള 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ടാണ് ഈ അനാലിസിസ് ചെയ്തിട്ടുള്ളത്. അതിന് ഗ്രൈഞ്ചർ കോസാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടർഫുൾ ടെസ്റ്റും അവർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ വളരെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, റിസർച്ചേഴ്സിന് മാത്രം മനസ്സിലാവുന്ന റിഗ്രഷൻ അനാലിസിസും കൊറിലേഷൻ അനാലിസിസും അതിൻ്റെ റിസൾട്ട്സുമാണ്. സോ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ള വേണ്ടി മാത്രം ഞാൻ പറയാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺക്ലൂഷൻ നമ്മൾ നോക്കാം. ഫ്രം ഓൾ ദ അബവ് അനാലിസിസ് വി ഹാവ് പെർഫോംഡ് ഇൻ ദ പ്രീവിയസ് സെക്ഷൻ സ്റ്റാർട്ടിങ് യൂണിറ്റ് റൂട്ട് ആൻഡ് കോസാലിറ്റി ഒക്കെ ചെയ്തു. എന്നിട്ട് അതിൽ പറയുന്നത് നോക്കുക. T4 data Granger cost between Nifty 50 and Reliance. They are independent of Granger cost. It may be turning on of Reliance fluctuation the power period in between. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു ഫൈൻഡിങ്സ് നമുക്ക് കാണുന്നുണ്ട്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് 657 ഒബ്സർവേഷൻ വെച്ചിട്ട് റിലയൻസ് ഡസ് നോട്ട് ഗ്രൈഞ്ചർ കോസ്റ്റ് ഡി നിഫ്റ്റി 50, അത് സിഗ്നിഫിക്കൻ്റ് ആണ് ആ ഫൈൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെ ഡി നിഫ്റ്റി 50 ഡസ് നോട്ട് ഗ്രൈഞ്ചർ കോസ്റ്റ് റിലയൻസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ലേമാൻ ലാംഗ്വേജിലേക്ക് പറയുമ്പോൾ, പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, റിലയൻസിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റി 50യെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈൻഡിങ്. നമ്മൾ നോക്കണം, 10 വർഷത്തെ ഡെയിലി ഡാറ്റ വെച്ചിട്ട് ഗ്രൈഞ്ചർ കോസ്റ്റ് പോലത്തെ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ആയിട്ടുള്ള അടിപൊളി സ്റ്റഡി നടത്തിയിട്ടാണ് ഇത് പറയുന്നത്. വെറുതെ എന്തെങ്കിലും പറയുകയല്ല. ഓക്കെ, ഇതുപോലത്തെ റിസർച്ച് പേപ്പറുകൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റഡീസും കൊണ്ടുവരുന്നത് നിങ്ങളിലേക്ക് എന്നുള്ളതാണ്. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത്തരം ഒരു സ്റ്റൈലാണ് നമ്മളും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സോ അതിൽ പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റി 50യെ കാര്യമായിട്ട് ബാധിക്കും, പക്ഷേ നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റ് റിലയൻസിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം നിഫ്റ്റി 100 പോയിന്റ് കയറി എന്ന് വിചാരിച്ചിട്ട് അതേ തരത്തിലുള്ള മൂവ്മെൻറ്റ് റിലയൻസിൽ വരില്ല. പക്ഷേ റിലയൻസ് 100 പോയിന്റ് അല്ലെങ്കിൽ 100 രൂപീസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ വരും എന്നുള്ളതാണ്. സോ അത് നമുക്ക് ചാർട്ടിലൂടെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാവുന്നതാണ്. സോ വി ക്യാൻ ഗോ ടു ദ ചാർട്ട് അനാലിസിസ്. ഈ ഒരു റിസൾട്ടിനെ വെച്ചിട്ട് കൂടി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണ് എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നിഫ്റ്റി 50യുടെ ചാർട്ട് കൂടെ സൈഡിൽ പാരലലി എടുക്കുകയാണ്. വി ഹാവ് നിഫ്റ്റി 50 എടുത്തു, റിലയൻസിൻ്റെ എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, സോ റിലയൻസിൻ്റെ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. സോറി, ഇവിടെ ഞാൻ നിഫ്റ്റി 50 എടുക്കാം. റൈറ്റ് സൈഡിൽ ഞാൻ നിഫ്റ്റി 50 എടുത്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റിലയൻസും എടുക്കുകയാണ്. ഓക്കെ, സോ റിലയൻസിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റിലയൻസിൻ്റെ വീക്കിലി ചാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു നല്ല രീതിയിലൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ലിക്വിഡിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ലിക്വിഡിറ്റി ഏരിയയിലാണ് ഇപ്പോൾ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് പോകുന്നത് എന്നുള്ളതാണ്. സോ അത് കഴിഞ്ഞിട്ട് റിലയൻസിലുള്ള ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കിടക്കുന്ന എവിടെ നോക്ക്, 1 ബില്യൻ്റെ ലിക്വിഡിറ്റി കിടക്കുന്നത് ഈ ഒരു പ്രൈസിലാണ്. നമുക്കത് നോക്കാം ഏതാണ് ആ പ്രൈസ് എന്നുള്ളത്. റിലയൻസ് 919 മുതൽ അല്ലെങ്കിൽ 910 മുതൽ 843 വരെയാണ് റിലയൻസിൽ ഉള്ള ആ ഒരു ലിക്വിഡിറ്റി എന്നുള്ളത്. സോ നേരത്തെ നമ്മൾ ഇതിൻ്റെ കേസിലും ഏകദേശം ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ ലിക്വിഡിറ്റി കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണ്. നിഫ്റ്റിൻ്റെ കേസിലും 19,800 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് നിഫ്റ്റിയിൽ നമ്മൾ ലിക്വിഡിറ്റി കണ്ടിട്ടുള്ളത്. ഏകദേശം അതുപോലൊരു ഏരിയയിലാണ് ഇപ്പോൾ 1.3 ബില്യൺ ലിക്വിഡിറ്റി റിലയൻസിൻ്റെ കിടക്കുന്നത്. സോ ആ ഒരു ഏരിയയിലേക്ക് റിലയൻസ് വരും എന്നുള്ളതാണ് മീൻസ് എൻ്റെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഒന്നാമത്തെ റീസൺ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫൈൻഡിങ്ങിൽ നമുക്കറിയാം റിലയൻസ് വീഴുമ്പോൾ നിഫ്റ്റി വീഴും എന്നുള്ളത്. സോ ഇവിടുന്നാണ് റിലയൻസ് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. റിലയൻസ് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 27% റിലയൻസിൽ കറക്റ്റ് ചെയ്ത സമയത്ത് എന്തുണ്ട്, നിഫ്റ്റി കറക്റ്റ് ചെയ്തിട്ടുള്ളത് 15% ആണ്. സോ 27% റിലയൻസ് വീണ സമയത്ത് നിഫ്റ്റി വീണിട്ടുള്ളത്
സോറി, ഇത് ഏത് റിലയൻസ് എന്നല്ലേ ഇത്? യെസ്, റിലയൻസ് വീണ സമയത്ത് റിലയൻസ് എത്രയാണ്? സോറി, റിലയൻസ് 27% വീണ സമയത്ത് നിഫ്റ്റി വീണിട്ടുള്ളത് എത്രയാണ്? 15-16% ആണ്. സോ ഈ ഒരു പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ് റിലയൻസിൻ്റെ ലിക്വിഡിറ്റി കിടക്കുന്നത്. സോ ഇനി എത്ര ഇത് ബാക്കിയുണ്ട് റിലയൻസ് വീഴാൻ? ഇനി ആ ഒരു ഏരിയയിലേക്ക് വീഴാൻ 24% ബാക്കിയുണ്ട്. സോ ഓൾറെഡി 24% റിലയൻസ് വീണപ്പോൾ നിഫ്റ്റി വീണിട്ടുള്ളത് 15% ആണ്. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റി ഓൾറെഡി വീണപ്പം 15% ആണ് വീണിട്ടുള്ളത്. സോ ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ആ ലിക്വിഡിറ്റി ഏരിയ കിടക്കുന്ന എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, സോ ആ ബാക്കി ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ഇനി റിലയൻസിൽ 24% കൂടി വീഴാൻ ചാൻസ് ഉണ്ടാകുമ്പോൾ ഇവിടെ വീണ്ടും 15% വീഴണമല്ലോ. സോ ഏകദേശം അത്ര തന്നെ പെർസെൻറ്റേജ് വീഴുന്ന തരത്തിലാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്, അതായത് 11%ഓളം. സോ അതിനർത്ഥം ആ റിലയൻസിലെ മൂവ്മെൻറ്റ് ഗ്രൈഞ്ചർ കോസ് ചെയ്യുന്നത് വളരെ വലിയ രീതിയിലാണ് നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ കണ്ടു. സോ അതുകൊണ്ട് തന്നെ റിലയൻസ് ആ ഒരു ഏരിയയിലേക്ക് വീഴുകയാണെങ്കിൽ, അതായത് 1 ബില്യൺ എന്ന് പറയുന്ന റിലയൻസിൻ്റെ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. യു ക്യാൻ സീ ഇറ്റ് വെരി വെൽ ഹിയർ. ഇവിടെ കണ്ടില്ലേ, 1.3 ബില്യൺ. അപ്പോൾ ഇവിടെ വരെ റിലയൻസ് വീഴുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് 19,800 ഇൻ നിഫ്റ്റി. അതിന് പറയാനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൈഞ്ചർ കോസിങ് എഫക്റ്റ് ആണ്. അതായത് റിലയൻസിൻ്റെ മൂവ്മെൻറ്റ്, റിലയൻസ് ഫോൾ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഫോൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ള ആ ഒരു റിസർച്ച് ഫൈൻഡിങ് തന്നെയാണ്. സോ ഇത് ഈ ഒരു മീൻസ് അനാലിസിസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ദാറ്റ് നമുക്ക് നല്ല രീതിയിൽ നല്ല സമയങ്ങളിൽ നമുക്ക് സ്റ്റോക്ക് പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്ത് വെക്കാം. ബിൽഡ് ചെയ്ത് വെക്കുമ്പോഴും നല്ല വാല്യുവേഷനിലുള്ള സ്റ്റോക്കുകൾ എടുത്തിട്ട് ബിൽഡ് ചെയ്ത് വെക്കാനും, നല്ല രീതിയിൽ എഫിഷ്യൻറ്റ് ഫ്രൗണ്ടിയർ വെച്ചിട്ടും നല്ല കൊറിലേഷൻസ് ഒക്കെ നോക്കിയിട്ടും നല്ല നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് നല്ല എന്താ പറയുക കാര്യഗൗരവത്തോടു കൂടി പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ല് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റിസർച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ആൻഡ് ഷെയർ. പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു. ബൈ ബൈ.